കിച്ചൻ. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ടുള്ള മുട്ട വിന്താലു എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകവും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. സവോള ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കണം. ഇപ്പോൾ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായി മാറണം. അതുപോലെ സവോള ചെറിയൊരു ബ്രൗൺ നിറം ആവും വേണം. സവോള ഒരു ചെറിയ ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റണം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കറിയിൽ. എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ വഴറ്റിയെടുക്കാം. സവോള ഇപ്പോൾ ഇതുപോലെ ചെറിയ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇതിനകത്തേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. പൊടികൾ നല്ല മൂത്ത ഒരു മണം വരണം. ഈ കറിയിൽ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതും അതുപോലെ ഈ പൊടികൾ നന്നായി മൂപ്പിച്ചെടുക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് നല്ല മൂത്ത ഒരു മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. പക്ഷെ അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ പൊടികൾ നന്നായി മൂത്തിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി തക്കാളി അരച്ചത് ചേർക്കാം. 2 തക്കാളി മിക്സിയിലിട്ട് നന്നായി അരച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്ത് കൊടുക്കാം. തക്കാളി വെറുതെ പച്ചയ്ക്ക് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഈ തക്കാളി മസാലയുടെ കൂടെ ചേർന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ വറ്റി കൊടുക്കണം. ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയിട്ട് ഡ്രൈ ആയി വരണം. അതുപോലെ തക്കാളിയുടെ പച്ച ചുവ നന്നായി മാറുകയും വേണം. പച്ച ചുവ മാറാതെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ കറിക്ക് ആ ചുവ ഉണ്ടാവും. തക്കാളിയുടെ ചുവ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറിയിട്ട് അത് മസാലയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാൻ ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിക്കുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി ലൂസായിരിക്കുന്ന ഒരു ഗ്രേവി അല്ല, നല്ലൊരു മസാല പോലെ, നല്ല കുറുകിയ ഒരു മസാല പോലെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചൊക്കെ വേവിച്ച് കഴിയുമ്പോൾ ഇത് വെള്ളം എല്ലാം വറ്റിയിട്ട് നല്ലതായിട്ട് കുറുകി വരും. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും കറിയൊക്കെ ആവശ്യത്തിനൊന്ന് കുറുകി വരും. ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കറി കണ്ടോ, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി വീണ്ടും നമ്മൾ ഒരു 5 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ലൊരു മസാല പോലെ ആയി കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ശർക്കര ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തതാണ്, അതിനകത്ത് പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ പൊടിയില്ലാത്ത ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ അലിയിക്കേണ്ട ആവശ്യമില്ല, അത് നേരിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. വിനീഗറിന് പകരം നാരങ്ങാനീര് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ വിന്താലൂവിൽ സാധാരണ വിനീഗറാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇനി വിനീഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി ഒരു 5 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. നമ്മൾ ചേർത്ത ശർക്കരയുടെയും വിനീഗറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ മസാലയിലോട്ട് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടി അടച്ചു വെക്കാം. ഇത് നമുക്ക് തുറന്നു നോക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. ഒരു 4 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇങ്ങനെ പകുതി വെച്ച് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളിങ്ങനെ മുറിച്ച് വെക്കണമെന്ന് നിർബന്ധമില്ല. മുട്ട അതുപോലെ ചേർത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ മുട്ട നമുക്ക് ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒത്തിരി ഇളക്കണ്ട, ജസ്റ്റ് ആ മുട്ടയിലോട്ട് ഗ്രേവി ഒന്ന് മൂടി വെച്ചാൽ മതി.
ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. ആ മുട്ടയിലോട്ട് ആ ഗ്രേവിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുട്ട വിന്താലു റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെ ഗീ റൈസ് ആയാലും, അതായത് നെയ്ച്ചോറ്, പിന്നെ വെറുതെ ബാസ്മതി റൈസ്, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.